ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഇതാ കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, 1-2 മാസത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. 4 മണി ചായയുടെ കൂടെ നമുക്ക് മിച്ചറൊക്കെ കഴിക്കുന്നത് പോലെ കറുമുറ കുറിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ പൊടിക്കുന്നതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്ന ആട്ടപ്പൊടിയാണ്. അതിലേക്ക് 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ആട്ടപ്പൊടിയിലേക്ക് 1/2 കപ്പ് റവ. സാധാരണ റവയാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ ഇത് കസൂരി മേത്തിയാണ്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കസൂരി മേത്തി നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പുട്ടിനൊക്കെ പൊടി നനയ്ക്കൂലേ, അതുപോലെ ഈ ഓയിലും അതുപോലെ ഉപ്പും ഒക്കെ ഇതിൻ്റെ എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ ഒരു പരുവം ആവുന്നത് വരെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. സാധാ പച്ചവെള്ളം തന്നെയാണ്, ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റവ ഉള്ളത് കൊണ്ട് അത് വെള്ളം നന്നായിട്ട് കുടിക്കും. അപ്പോൾ ഇത്തിരി ലൂസായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരുപാട് ലൂസാവാതെ നോക്കുക. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കുമ്പം അത് ഒന്നുകൂടി ടൈറ്റായിട്ടുള്ള മാവായി മാറിക്കോളും. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാൻ പോവുകയാണ്. കുറച്ച് വലിയ ബോളാക്കി തന്നെ എടുക്കാൻ ഞാൻ 3 ബോൾസാണ് ആക്കിയത്. 3 or 4 ഒക്കെ ആക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ പൊടി ഇട്ടിട്ടല്ല പരത്തിയെടുക്കുന്നത്, ഓയിലാക്കിയിട്ടാണ്. അപ്പോൾ ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. പൊടി ഇടുന്നില്ല എന്നേ ഉള്ളൂ. പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇടുന്നേക്കാളും കൂടുതൽ പെർഫെക്റ്റായിട്ട് കിട്ടുക ഇതുപോലെ ഓയിലാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ പ്രിഫർ ചെയ്യണത്. ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നന്നായി പരത്തിയതിന് ശേഷം നമ്മളൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മിൽമ നെയ്യിൻ്റെ അടപ്പാണ് എടുത്തത്. എന്തായാലും കുഴപ്പമില്ല, ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലുള്ള ഒരെണ്ണം എടുക്കുക. ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം, വലുത് വേണമെങ്കിൽ വലുതെടുക്കാം. ഇനി അതല്ല ഡയമണ്ട് കട്ട് ആ ഷേപ്പിലോ അല്ലെങ്കിൽ ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് എല്ലാം കഴിയുന്നത്രയും റൗണ്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ളതെല്ലാം അങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ ആ റൗണ്ടുകൾ മാത്രം അവിടെ ബാക്കിയാവും. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. കുറച്ചുകൂടി ചെറിയ അടപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടി ചെറുതായിക്കോളും. ഇതാ ഈ ഒരു കനത്തിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് തിക്നെസ് വേണ്ട, അപ്പോൾ ക്രിസ്പിയായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കറുമുറ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു എരിവ് ഉണ്ടാവും. എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഞാൻ ഒരെണ്ണം പരത്തി വെച്ചു. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് കിട്ടിയ പാർട്ടുകളൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് വീണ്ടും അതുപോലെ പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അടുത്ത ബോളും കൂടി ഇതുപോലെ റൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്യാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി. പക്ഷെ നമ്മൾ ഓയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് അത്യാവശ്യം ഒന്ന് പൊങ്ങി വരും. പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ
ആ ഒരു എരിവ് കറക്റ്റായിട്ടുള്ള എരിവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എരിവ് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മൾ പൊടിയൊന്നും ചേർക്കാതെയാണ് പരത്തിയിട്ടുള്ളത്. അപ്പോൾ തമ്മിൽ കൂട്ടി ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റത്തെ ബാച്ച് കോരി എടുത്തു കഴിഞ്ഞു. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഫ്രൈ ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ക്രിസ്പി ആവുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മൾ കോരി എടുക്കുന്ന അത് വെച്ചിട്ടൊന്ന് കുലുക്കിയാൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് നന്നായി ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ഞാൻ 2-3 ബാച്ചുകളായിട്ട് ആണ് ഇട്ടത്. ഒരുപാട് ഓയിലൊക്കെ ഒഴിക്കുകയാണ്, പരന്ന ഫ്രൈ പാനൊക്കെ വെച്ചിട്ട് ഒരുപാട് ഓയിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. മാത്രമല്ല റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടുമില്ല. ഒരുപാട് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഈ കാണുന്ന അത്രയും മാത്രമേ നമുക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ 1 മാസം വരെ സൂക്ഷിച്ച് വെക്കുക. ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആട്ടപ്പൊടി എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സംഭവമായിരിക്കും. പിന്നെ കുറച്ച് റവയും മുളക് പൊടിയൊക്കെ ഉണ്ടായിരുന്നാൽ മതി. ശരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റാണ്. കസൂരി മേത്തി കിട്ടാവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്, അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ. താങ്ക് യു.